നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ യുവനടി റിനി ആൻ ജോർജിനെ പരാതിക്കാരിയാക്കില്ല എന്ന ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. റിനിക്ക് നിയമ നടപടിക്ക് താൽപര്യമില്ലാത്തതിനാലും തെളിവുകൾ ദുർബലമായതിനാലും പരാതിക്കാരനാക്കില്ല എന്ന് ക്രൈംബ്രാഞ്ചിന് നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു. ഇത് കേക്കച്ചന്റെ ഉപദേശമാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. കേക്കച്ചൻ എന്ന വി.ഡി. സതീശനെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമം കളിയാക്കി വിളിക്കുന്നത്. കേക്കച്ചൻ എന്നാൽ റിനിയുമായി നിന്ന് കേക്ക് കട്ട് ചെയ്യുകയും വി.ഡി. സതീശൻ എനിക്ക് അച്ഛനെ പോലെയാണ് എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് കേക്കച്ചൻ എന്ന പേര് വി.ഡി. സതീശനെ ഇപ്പോൾ സമൂഹ മാധ്യമം ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വി.ഡി. സതീശന്റെ ഒരു ഉപദേശമായിരിക്കാം റിനിയുടെ ഈ നീക്കമെന്നും പറയുന്നവരുണ്ട്. കേസിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത്രയും ഷോ കാണിച്ച് ഒരാളെ ഇത്തരത്തിൽ വലിച്ചിഴച്ചത് എന്നടക്കമുള്ള ചോദ്യവുമുണ്ട്. കേസിന് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ മിണ്ടാതെ ഉരിയാടാതെ പൊക്കൂടായിരുന്നോ എന്ന ചോദ്യവുമുണ്ട്. അപ്പോൾ കരുതിക്കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തെ അവഹേളിക്കാനും അപമാനിക്കാനുമുള്ള നീക്കമായിരുന്നില്ലേ റിനി നടത്തിയത് എന്നാണ് ചോദ്യം. ഇനി ഏട്ടായിമാരെ വിഷമിപ്പിക്കാതിരിക്കാനും സുഹൃത്തുക്കളെ വിഷമിപ്പിക്കാതിരിക്കാനുമായിരുന്നു ആണ് ഈ കളിയെങ്കിൽ അതത്ര നല്ല കളിയല്ല റിനി എന്നും കമന്റുകൾ ഉയരുന്നുണ്ട്. ഇതോടെ റിനിയെ സാക്ഷിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മൊഴിയെടുക്കലിനിടെ രാഹുൽ അശ്ലീല സന്ദേശം അയച്ചെന്ന ആരോപണം ക്രൈംബ്രാഞ്ചിനോട് റിനി ആവർത്തിച്ചിരുന്നു. തെളിവായി സ്ക്രീൻഷോട്ടും കൈമാറി. എന്നാൽ നിയമ നടപടിക്ക് താൽപര്യമില്ലെന്ന് റിനി ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയത്. അതേസമയം റിനി നൽകിയ തെളിവുകൾ രാഹുലിനെതിരെ ഗുരുതര കുറ്റം ചുമത്താൻ പര്യാപ്തമല്ലെന്നാണ് സൂചന. അതിനാലാണ് കേസിൽ റിനിയെ സാക്ഷിയാകുന്നതാവും ഉചിതമെന്നും നിയമോപദേശം ലഭിച്ചത്. റിനി സാക്ഷിയാകുന്നതോടുകൂടി രാഹുലിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ പരാതിക്കാരില്ലാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെ കേസ് അന്വേഷണം ഇഴങ്ങി നീങ്ങുമെന്ന സ്ഥിതിയാണ് ഉള്ളത്. നടി റിനി ജോർജ് പരാതിയിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടിയിട്ടുമുണ്ട്. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് തടയണമെന്ന ആവശ്യവുമായാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വർ അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്നാണ് നടി മുഖ്യമന്ത്രിക്കും സൈബർ പോലീസിലും പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ ഈശ്വറിന് പുറമെ ഷാജൻ സ്കറിയ, വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് നടി എംഎൽഎയുടെ പേര് വെളിപ്പെടുത്താതെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തുടർന്ന് വലിയ വിവാദമുണ്ടാവുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിയുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. തുടർന്ന് നടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും ഉണ്ടായി. എന്തായാലും ഇതിനെതിരെ സൈബർ ആക്രമണങ്ങൾക്കെതിരെയും പ്രത്യേക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിനി നടത്തിയത് വെറും തെമ്മാടിത്തരമാണ് എന്ന് പറയുന്നവരും നിരവധിയാണ്. എന്നാൽ തനിക്കുണ്ടായ അനുഭവമാണ് താൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിയിലേക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ക്രൈംബ്രാഞ്ച് എന്തായാലും ഇഴയുകയാണ്. ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.